ട്രഷറിയിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും 500,000 നോട്ടുകൾ സ്വീകരിക്കരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയതായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ട്രഷറിയിലേക്ക് പണം അടയ്ക്കേണ്ടവർ നാളെയോടെ അടയ്ക്കണം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ ലോട്ടറി നറുക്കെടുപ്പും KSFE-യുടെ ചിട്ടി ലേലവും നിർത്തിവച്ചിട്ടുണ്ട്. ട്രഷറിയുടെയും സഹകരണ ബാങ്കിന്റെയും പ്രവർത്തനം കടുത്ത അനിശ്ചിതത്വത്തിലാണ്. ബാങ്കിന്റെ നിലപാട് ഇതാണെങ്കിൽ ട്രഷറിയുടെ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യേണ്ടത്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പണം അക്സെപ്റ്റ് ചെയ്യാമോ? KSFE-ക്ക് ചെയ്യാമോ? അതോ ഇവരൊക്കെ പറയുന്ന മാതൃക തന്നെ തുടരണോ? ബാങ്കുകൾ അറിഞ്ഞോടുന്നു. നിയന്ത്രണം തുടർന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പ്രതിസന്ധിയിലാകുമെന്നും മന്ത്രി പറഞ്ഞു. BJP ജനറൽ സെക്രട്ടറി റാം മാധവന്റെ പ്രതികരണം കേരളത്തെ അപമാനിക്കലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തെ അപമാനിച്ചിരിക്കുക ഈ BJP. ഇന്ന് നിയമസഭയിൽ സ്പീക്കറോടൊപ്പം സഭ മുഴുവൻ കേരളത്തെ അപമാനിച്ചതിനെതിരെ പ്രതിഷേധിച്ചിരിക്കുക. കറൻസികൾ അസാധുവാക്കിയതിലൂടെ കള്ളപ്പണം പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. എന്നാൽ സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാവുകയും ചെയ്യുമെന്നും തോമസ് ഐസക് പറഞ്ഞു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.